കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചെറുവത്തൂരിൽ പതാക ഉയർന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ്.കെ. പ്രീജ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജില്ലയിലെ 2,49,579 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഏരിയ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 250 പ്രതിനിധികളും 40 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സൗഹാർദ്ദ പ്രതിനിധികളുമാണ് ഇത്തവണ കേരള കർഷക സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 2 ദിവസങ്ങളിലായി ചെറുവത്തൂരിലെ തിവിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം കർഷക സംഘം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ്.കെ. പ്രീജ ഉദ്ഘാടനം ചെയ്തു. കടക്കണിയിലായ കർഷകർക്ക് കണിശമായ ആശ്വാസം നൽകുന്ന കടാശ്വാസ കമ്മീഷനെ ഇല്ലാതാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. റേഷൻ വളരെ നന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ റേഷൻ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന സബ്സിഡി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കാൻ പോകുന്നു. മറ്റൊന്ന്, 2020 നമുക്കറിയാം പാസ്സാക്കിയ, ഒരിടവും ചർച്ച ചെയ്യപ്പെടാതെ പാസ്സാക്കിയ 3 കാർഷിക മരണ നിയമങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഞാൻ ദീർഘമായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 378 ദിവസം നീണ്ടുനിന്ന ഒരു ശക്തമായ സമരത്തെ സംബന്ധിച്ച് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന ഏറ്റവും മൂർത്തമായ ഇന്ത്യ കണ്ട ഒരു സമരമാണ് ഇന്ത്യയിൽ നടന്ന 378 ദിവസം നീണ്ടുന്ന കർഷക സമരം എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ചടങ്ങിൽ കർഷക സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി. ജനാർദ്ദനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേതാക്കളായ മാധവൻ മണിയറ, വത്സൻ പനോണി, CH കുഞ്ഞമ്പു, KR ജയാനന്ദ, PR ചാക്കോ, M രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈടെക് കോൺ കൃഷിയിൽ സംസ്ഥാന കർഷക അവാർഡ് നേടിയ കാഞ്ഞങ്ങാട്ടെ സച്ചിൻ ജി പൈ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അഗ്രി സെന്റർ കർഷക കൂട്ടായ്മയിലെ ബ്ലോക്ക് ADA കെ. ബിന്ദു, സെക്രട്ടറി കെ. പ്രസന്ന, TV തങ്കമണി എന്നിവരെ സമ്മേളനവേദിയിൽ ആദരിച്ചു. കാലവർഷക്കെടുതി അനുഭവിച്ചവരോട് സർക്കാർ കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിച്ച് അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. മഴക്കെടുതിയിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും കർഷകരുടെ കൃഷി വ്യാപകമായി നശിക്കുകയും ചെയ്തു. എന്നാൽ കർഷകർക്കോ മരിച്ചവരുടെ ആശ്രിതർക്കോ സർക്കാരിൻ്റെ അർഹമായ സഹായം ലഭിച്ചിട്ടില്ല. ഇവർക്ക് നഷ്ടപരിഹാര തുക ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും രാസവളത്തിൻ്റെ വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും വളം ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഗവൺമെൻറ് ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വച്ചു. സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.